നമസ്കാരം. അധികാരത്തിലെത്തിയ അന്നു മുതൽ ട്രംപ് വ്യാപാര ചുങ്കയുദ്ധം പ്രഖ്യാപിച്ചു. അമേരിക്കയുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങൾക്കും 10% ബേസ് റേറ്റ് പ്രഖ്യാപിക്കുകയും വ്യാപാര കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് ഓരോ രാജ്യങ്ങൾക്കും അധിക നികുതി ഏർപ്പെടുത്തുകയും ചെയ്തു. ട്രംപിന് ഇഷ്ടപ്പെടാത്ത രാജ്യത്തിന് ഉയർത്തിക്കൊണ്ടേയിരിക്കും. ഇഷ്ടപ്പെട്ട രാജ്യത്തിന് ചർച്ച ചെയ്ത് ട്രംപിന് അനുകൂലമായൊരു വ്യാപാര കരാർ ഉണ്ടാക്കുന്നു, ചുങ്കം താഴ്ത്തുന്നു. അങ്ങനെ ഇന്ത്യയുടെ മേൽ ചുമത്തപ്പെട്ടിരുന്നത് 50%. ഈ 50% ഇന്ത്യൻ വിപണിയെ ഉലച്ചു. ഇന്ത്യയിൽ നിന്നും ഒരു ഉൽപ്പന്നം പോലും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടായി. അതിൻ്റെ പേരിൽ മോദിയും ട്രംപും അകന്നു. ഇന്ത്യ മറ്റു വഴികൾ തേടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒടുവിൽ ഇന്ത്യയെ പിണക്കണ്ട എന്ന് തീരുമാനിച്ച് ഇറങ്ങി വന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര ചർച്ച നടത്തി. അങ്ങനെ ബ്രിട്ടനെ പോലെ ചില രാജ്യങ്ങൾ ഒഴിച്ചാൽ ഏറ്റവും മികച്ച ഓഫർ ഇന്ത്യക്ക് വയ്ക്കുന്നു, 18%. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നയിക്കുന്ന സാധനങ്ങൾക്കെല്ലാം 18% ടാക്സ്. അമേരിക്കയുടെ ഉറ്റ ചങ്ങാതിമാരായ ബംഗ്ലാദേശിനും പാകിസ്ഥാനും പോലും 19%. അമേരിക്ക പറയുന്നതെല്ലാം അതേപടി അനുസരിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഗാർമെൻറ്റ്സ് അടക്കം, ഇന്ത്യയുടെ സമുദ്രോൽപ്പന്നം അടക്കം അവയൊക്കെ നിർണായകമായിരിക്കുന്ന രാജ്യമാണ് ബംഗ്ലാദേശും വിയറ്റ്നാമും ഒക്കെ. അവർക്കൊക്കെ ഉള്ളതിനേക്കാൾ താഴ്ന്ന നികുതി ഇന്ത്യക്ക് ഏർപ്പെടുത്തി. അത് ചരിത്രപരമായ നേട്ടമായി വ്യാഖ്യാനിക്കപ്പെട്ടു. ഇന്ത്യൻ വിപണി ഉണർന്നു. ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് കയറ്റുമതി ശക്തിപ്പെടും എന്നുറപ്പായി. എന്നാൽ അങ്ങനെ ഒരു ധാരണയിലെത്താൻ ഇന്ത്യക്ക് ഒരുപാട് വില കൊടുക്കേണ്ടി വന്നു. ഏറ്റവും വലിയ വില വളരെ വില കുറഞ്ഞ ശുദ്ധമായ പ്രകൃതിവാതകവും ശുദ്ധമായ ക്രൂഡ് ഓയിലും ഇന്ത്യക്ക് നൽകിയിരുന്ന റഷ്യയിൽ നിന്നും അത് വാങ്ങുന്നത് നിർത്തിവെക്കേണ്ടി വന്നു. പകരം അമേരിക്കയിൽ നിന്ന് വില കൂടിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യേണ്ട സാഹചര്യമുണ്ടായി. ഇന്ത്യ അതിന് വഴങ്ങേണ്ടി വന്നു. മാത്രമല്ല, അമേരിക്കൻ ഇറക്കുമതിക്ക് ഇന്ത്യൻ കയറ്റുമതിയേക്കാൾ കൂടിയ നിരക്ക് ഏർപ്പെടുത്തേണ്ടി വന്നു. എങ്കിൽ പോലും ഇന്ത്യൻ വിപണിയെ നിലനിർത്താൻ അതൊരു നേട്ടമായി വ്യാഖ്യാനിക്കപ്പെട്ടു. രാജ്യത്ത് മോദിക്കെതിരെ അമേരിക്കയുടെ മുമ്പിൽ കീഴടങ്ങി എന്ന തരത്തിൽ പ്രതിപക്ഷം പ്രചരണവും ആരംഭിച്ചു. അതിനിടയിൽ നാടകീയമായി ട്രംപിൻ്റെ ചുങ്കയുദ്ധം റദ്ദ് ചെയ്തുകൊണ്ട് അമേരിക്കൻ സുപ്രീം കോടതി വിധി എഴുതുന്നത്. എന്ന് വെച്ചാൽ ബേസ് റേറ്റായ 10% മുതൽ ഇന്ത്യക്ക് ഏർപ്പെടുത്തിയ 50% മുതൽ ശത്രുക്കൾക്ക് ഏർപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന 200% വരെ സകല പിഴച്ചുങ്കവും നിയമവിരുദ്ധമാണ്, അതിനുള്ള അവകാശം അമേരിക്കൻ പ്രസിഡന്റിനില്ല എന്ന് പറഞ്ഞ് അമേരിക്കൻ സുപ്രീം കോടതി സകല പിഴച്ചുങ്കവും അവസാനിപ്പിച്ചു. 1977 ഇന്റർനാഷണൽ എമർജൻസി നിയമത്തിന്റെ ഭാഗമായി ആയിരുന്നു ട്രംപ് പിഴച്ചുങ്കം ഏർപ്പെടുത്തിയിരുന്നു. അത് റദ്ദ് ചെയ്തു. ഇതോടുകൂടി ട്രംപ് അക്ഷരാർത്ഥത്തിൽ വിരണ്ടു. കാരണം മറ്റ് രാജ്യങ്ങളെ ട്രംപ് ചർച്ചയ്ക്ക് കൊണ്ടുവന്നിരുന്നത് ഈ അധിക നികുതി ഭീഷണിപ്പെടുത്തിയാണ്. പക്ഷേ ട്രംപ് വഴങ്ങില്ല. ട്രംപിനെന്ത് കോടതി? ട്രംപ് കോടതിയെ തെറിവിളിച്ചുകൊണ്ട് രംഗത്തിറങ്ങി. എന്നിട്ട് മറ്റൊരു നിയമം 1975 നിലവിലുള്ള വേറൊരു നിയമം, ആ നിയമം അനുസരിച്ച് 15% വരെ അടിയന്തര സാഹചര്യത്തിൽ പ്രസിഡന്റിന് നികുതി ഏർപ്പെടുത്താം. 1974 നിയമമാണ്. ട്രംപ് പറഞ്ഞു, ഞാൻ ആ നിയമം അനുസരിച്ച് എല്ലാ രാജ്യങ്ങൾക്കും 10% നികുതി ഏർപ്പെടുത്തുന്നു. 24-ാം തീയതി, അത് ഈ ആഴ്ച അത് നടപ്പിലാവും എന്ന് പറഞ്ഞു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ട്രംപ് ഒരിക്കൽ കൂടി തിരുത്തി 10 അല്ല 15% ആക്കി. കാരണം 15% വരെ ട്രംപിന് ഏർപ്പെടുത്താൻ അധികാരമുണ്ട്. അതുകൊണ്ട് എല്ലാ രാജ്യങ്ങൾക്കും 15% ബേസ് റേറ്റ് വീണ്ടും നിലവിൽ വന്നു. അത് 24-ാം തീയതി നടപ്പിലാക്കുമെന്ന് പറയുന്നു. ഇനി ഇതിനെതിരെ കോടതിയും കേസും ഒക്കെ കഴിയുമ്പോൾ 1 വർഷമാകും. എന്നാൽ ഈ നിയമത്തിന് ഒരു കുഴപ്പമുണ്ട്. ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. 150 ദിവസമേ പരമാവധി ഈ നിയമം അനുസരിച്ച് ഒരു നികുതി ഏർപ്പെടുത്താൻ കഴിയും. അതൊരു സാമ്പത്തിക അടിയന്തരാവസ്ഥ സാഹചര്യത്തിൽ കൊടുക്കേണ്ടതാണ്. 150 ദിവസമേ പറ്റൂ. 150 ദിവസത്തിനകം അത് നീക്കം ചെയ്യണം. മാത്രമല്ല, ഈ സാമ്പത്തിക അടിയന്തരാവസ്ഥ സാഹചര്യത്തെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിക്കണം. അന്വേഷണം 150 ദിവസത്തിനകം തീർക്കണം. ഈ 150 ദിവസത്തിനകം ഇത് നടപ്പിലാക്കേണ്ട സാഹചര്യമുണ്ടെന്ന് തെളിയിക്കണം. ഇതൊന്നും ഈ നിയമം അനുസരിച്ച് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ ആ നീക്കം വിജയിക്കുന്നത് എങ്ങനെയാണ് എന്ന് കണ്ടറിയണം. ഇവിടെയാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ചർച്ചയുടെ ഒരു വഴിത്തിരിവുണ്ടാവുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ട്രംപ് ഏത് സാഹചര്യത്തിലും ഏത് രാജ്യത്തെയും പിഴച്ചുങ്കം ഏർപ്പെടുത്തി നശിപ്പിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് നിവൃത്തികെട്ട് ഇന്ത്യ വഴങ്ങിക്കൊടുത്തത്. പ്രത്യേകിച്ച് 50% നികുതി ഇന്ത്യക്ക് ഏർപ്പെടുത്തിയാൽ 19-20% പാകിസ്ഥാനും ബംഗ്ലാദേശിനും ഏർപ്പെടുത്തിയാൽ 20-25% വിയറ്റ്നാമിന് ഏർപ്പെടുത്തിയാൽ ഇന്ത്യയിൽ നിന്ന് ഒരു സാധനവും പോവില്ല. അത്തരമൊരു പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ മുമ്പിൽ മറ്റൊരു വഴിയുമില്ലാത്തത് കൊണ്ടായിരുന്നു നമ്മൾ ചർച്ചയ്ക്ക് പോയത്. മോദിക്ക് പിടിച്ചു നിൽക്കാൻ വഴിയുണ്ടായിരുന്നു. നമ്മുടേതാണ് ഏറ്റവും മെച്ചപ്പെട്ട നിരക്ക്. മാത്രമല്ല
ആ കരാറോടുകൂടി ഇന്ത്യയിൽ നിന്നും കയറ്റുമതി വർദ്ധിക്കുമായിരുന്നു. എന്നാൽ ട്രംപിന്റെ കൈകാലുകൾ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ത്യക്കെതിരെ ആവട്ടെ ചൈനയ്ക്കെതിരെ ആവട്ടെ ഒരു രാജ്യത്തിനെതിരെയും പക വീട്ടുന്നതിന് വേണ്ടി ഇനി ചുങ്കം ഏർപ്പെടുത്താൻ കഴിയില്ല. ആകെപ്പാടെ ട്രംപിന് പറ്റുന്നത് ഈ 15% ശത്രു രാജ്യങ്ങൾക്ക് വെച്ചിട്ട് ബാക്കി രാജ്യങ്ങൾക്ക് കുറച്ചു കൊടുക്കുക എന്നതാണ്. ബേസ് റേറ്റ് 15 പ്രഖ്യാപിച്ചല്ലോ, അതുപോലെ നിലനിൽക്കുമെന്ന് കണ്ടറിയണം. ഈ 15 10 മറ്റുള്ളവർ കൊടുക്കുക, ഞങ്ങളോട് പിണങ്ങിയാൽ നിങ്ങൾക്ക് 15 ആക്കുമെന്ന് പറയുക. ഇവിടെ ഒരു വലിയ പ്രതിസന്ധി രൂപപ്പെടുന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിന്റെ ഭാവി. കാരണം നമ്മൾ 18% എഗ്രി ചെയ്തതാണ്. ആ എഗ്രിമെന്റ് പുറത്താണ് നമ്മൾ അമേരിക്കയ്ക്ക് ഇളവുകൾ കൊടുത്തത്. അത് ഒപ്പുവയ്ക്കാനായിട്ട് പോവുകയായിരുന്നു മാർച്ച് മാസത്തിൽ. ഇനി അതിന് പ്രസക്തിയില്ല. കാരണം 18% എന്ന എഗ്രിമെന്റ് നിലനിൽക്കില്ല. അങ്ങനെ ഏർപ്പെടുത്താൻ പ്രസിഡന്റിന് അധികാരമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. അതേസമയം നമ്മൾ പോയി ഒപ്പുവെച്ചാൽ അത് നിലനിന്നു വരാം. കാരണം പ്രസിഡന്റ് സ്വന്തം ഇഷ്ടപ്രകാരം പ്രഖ്യാപിക്കുമ്പോഴാണ് കുഴപ്പം. അതേസമയം ഒരു രാജ്യം സ്വമേധയാ ഞങ്ങൾക്ക് 18 50 തരൂ എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കും. അതുകൊണ്ട് ഇന്ത്യ ഇപ്പോൾ പോയി ഒപ്പുവെച്ചാൽ അത് മോദിക്ക് വലിയ പണിയാകും. കാരണം ഇന്ത്യ കീഴടങ്ങി എന്ന പ്രതിപക്ഷത്തിന്റെ വാദം വിജയിക്കപ്പെടും. മാത്രമല്ല ട്രംപിന്റെ മൊട അതിര് കിടക്കുന്നു എന്ന് പരാതി മോദിക്കുണ്ട്. മോദി വളരെയധികം വിട്ടുവീഴ്ച ചെയ്താണ് ഒരുപാട് ധാരണകളിലേക്ക് എത്തിയത്. വളരെയധികം വിട്ടുവീഴ്ച ചെയ്തു. കാരണം എപ്പോഴും പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തും. പക്ഷെ മോദി ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. ട്രംപിനെ വെല്ലുവിളിച്ചിട്ടില്ല, അമേരിക്ക വെല്ലുവിളിച്ചിട്ടില്ല. ബദൽ വഴികൾ തേടിയപ്പോഴും അമേരിക്ക തള്ളിപ്പറഞ്ഞിട്ടുമില്ല. പക്ഷേ ട്രംപ് തുടർച്ചയായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം അവസാനിപ്പിച്ചത് ട്രംപാണ്, അല്ലെങ്കിൽ 3.5 കോടി ജനങ്ങൾ മരിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസവും പറഞ്ഞു. ഞങ്ങൾ 200% നികുതി ഏർപ്പെടുത്തും ഞാൻ ഭീഷണിപ്പെടുത്തിയപ്പോൾ ഇന്ത്യ പേടിച്ചുപോയി. സുപ്രീം കോടതി വിധിക്ക് ശേഷം ട്രംപ് നടത്തിയ പത്രസമ്മേളനത്തിൽ യഥാർത്ഥത്തിൽ ഇന്ത്യ ഇൻസൾട്ട് ചെയ്തു. ട്രംപ് പറഞ്ഞത് മോദി മിടുക്കനാണ്, ജെന്റിൽമാനാണ്, ഞാനുമായിട്ട് നല്ല സൗഹൃദമുണ്ട്, അതിസമർത്ഥനാണ്. ഈ സാമർഥ്യം കൂടിപ്പോയി. അതുകൊണ്ട് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്കെല്ലാം നികുതിയും അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്കൊന്നും നികുതിയുമില്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതും ആകെപ്പാടെ തിരിഞ്ഞു. ഇനി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കരാറുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. 18% ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ നികുതി. എന്നാൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ഒരു നികുതിയുമില്ലാതെ ഇറക്കുമതി ചെയ്യും. ട്രംപ് പ്രഖ്യാപിച്ചതാണ്. ഇത് വലിയ ക്ഷീണമായി ഇന്ത്യക്കും മോദിക്കും. കാരണം ഈ ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊക്കെ ഞങ്ങൾ അങ്ങനെ ധാരണയിൽ തന്നെ പോകുന്നു, അതിസാമർത്ഥ്യം ഞാൻ പൊളിച്ചടുക്കി, ഇപ്പൊ ഞാനാണ് മിടുക്കൻ, ഞങ്ങൾക്കാണ് നേട്ടമെന്ന് പറയുമ്പോൾ എന്താണോ ഇവിടെ പ്രതിപക്ഷം പറഞ്ഞിരുന്നത് ആ പ്രതിപക്ഷം പറഞ്ഞത് ശരിയാണെന്ന് ട്രംപ് തെളിയിക്കുന്നതിന് തുല്യമായി. ഇത് അംഗീകരിച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലവിലുള്ള കരാറുമായി മുമ്പോട്ട് പോയാൽ അത് മോദിക്ക് വലിയ രാഷ്ട്രീയ തിരിച്ചടിയായി മാറും. നേരത്തെ സാഹചര്യത്തിൽ പറഞ്ഞു നിൽക്കാം മറ്റ് രാജ്യങ്ങൾക്കൊക്കെ കൂടിയ ഇറക്കുമതി ചുങ്കമുള്ളപ്പോൾ ഇന്ത്യക്ക് 18 ഇപ്പോൾ 15% കൂടിയ നിരക്ക് ആർക്കുമില്ല. അതുപോലും നിലനിൽക്കാൻ സാധ്യതയില്ല. എഗ്രിമെന്റിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ അമേരിക്കൻ സുപ്രീം കോടതി പറയുന്നത് പോലെ നിലവിൽ എന്തായിരുന്നോ ഉണ്ടായിരുന്നത് അതിൽ കൊണ്ടുവരാൻ കഴിയും. 3% ഇന്ത്യയുടെ നിലവിലുണ്ടായിരുന്ന നികുതി, അത് നിലനിർത്താൻ കഴിയും. ആ 3% നിലനിർത്താൻ കഴിയുമ്പോൾ 18% എന്ന് പറഞ്ഞ് എഗ്രിമെന്റിൽ ഒപ്പുവെച്ചാൽ അത് ഇന്ത്യക്ക് ക്ഷീണമാണ്, മോദിക്ക് ക്ഷീണമാണ്. ഇവിടെ പെട്ടെന്ന് പിന്മാറാൻ ഒരു ആശങ്ക മോദിക്കും ഇന്ത്യക്കും ഉണ്ടാവും, സ്വാഭാവികമാണ്. ചർച്ചകൾ ഏതാണ്ട് അന്തിമ ഘട്ടത്തിലായതാണ്. ഈ ഘട്ടത്തിൽ ഇന്ത്യ പെട്ടെന്ന് പിന്മാറിയാൽ അത് ക്ഷീണമുണ്ടാവും. ജോസ് കെ മണി LDF വിടാൻ ശ്രമിച്ചിട്ട് വേണ്ടെന്ന് വെച്ചതുപോലെ. കാരണം ജോസ് കെ മണി LDF വിടാൻ എല്ലാ ധാരണയും എത്തി, പക്ഷെ കാരണമില്ല. ജോസ് കെ മണി ചോദിച്ചതെല്ലാം കൊടുത്തു. അങ്ങനെ അവർക്ക് തുടരേണ്ടി വന്നാൽ ഇന്ത്യക്ക് അങ്ങനെയല്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ചർച്ച പൊളിഞ്ഞു പോയാൽ ഇന്ത്യയുടെ മേൽ പിഴച്ചുങ്കം ഏർപ്പെടുത്താൻ ട്രംപിന് കഴിയില്ല. നേരത്തെ സാഹചര്യം ട്രംപിന് ഇന്ത്യയുടെ മേൽ പിഴച്ചുങ്കം ഏർപ്പെടുത്താമായിരുന്നു. ഇപ്പോൾ അത് സാധ്യമല്ല. കാരണം ഇപ്പോൾ തട്ടിക്കൂട്ടിയ ഒരു നിയമം കണ്ടെത്തിയിട്ട് പോലും 15% 180 ദിവസത്തേക്ക് ഏർപ്പെടുത്താൻ കഴിയൂ. ഈ സാഹചര്യത്തിൽ ഇന്ത്യ ചർച്ചയിൽ നിന്നും പിന്മാറിയേക്കും. ട്രംപിന്റെ മൊട അതിര് കടക്കുന്നു. ട്രംപ് എല്ലായിടത്തും ഇന്ത്യയെയും മോദിയെയും അപഹസിക്കുന്ന തരത്തിൽ, അതായത് സ്തുതിച്ചുകൂടെ അപഹസിക്കുന്ന നിലപാടെടുക്കുന്നു. ഇന്ത്യയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നു. മോദി കീഴടങ്ങി എന്ന ഒരു പ്രതീതി ഉണ്ടാക്കാൻ ട്രംപ് മുന്നിട്ടിറങ്ങുന്നു. അതുകൊണ്ട് തന്നെ തൽക്കാലം ചർച്ച നിർത്തിവെക്കാനും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുന്നതുവരെ, മറ്റ് രാജ്യങ്ങളുടെ കാര്യത്തിൽ എന്ത് തീരുമാനമുണ്ടാകുന്നുവോ അതുവരെ കാര്യങ്ങൾ നീട്ടാനുമാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആലോചന. അന്തിമ ചർച്ചകൾക്ക് വേണ്ടി 24-ാം തീയതി അമേരിക്കയ്ക്ക് ഇന്ത്യൻ പ്രതിനിധി സംഘം പോകാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അവരെല്ലാ ടിക്കറ്റും എടുത്ത് കാത്തിരിക്കുകയായിരുന്നു. അത് റദ്ദ് ചെയ്തേക്കും. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോയി ചർച്ച നടത്തി വന്നാൽ അത് രാഷ്ട്രീയമായി തിരിച്ചടിയാവും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കരാറുണ്ടായാൽ അത് വലിയ തിരിച്ചടിയാവും. ആദ്യം ഇക്കാര്യത്തിൽ അനിശ്ചിതത്വം തീരട്ടെ, എന്നിട്ടാവാം എന്നാണ് തീരുമാനിക്കുന്നത്. പ്രത്യേകിച്ച് റഷ്യയെ പിണക്കേണ്ട സാഹചര്യമുണ്ട്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തി വലിയ വിലയ്ക്ക് അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങേണ്ടി വരും. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ റഷ്യയുമായി ഇന്ത്യ എണ്ണക്കരാറിൽ തുടർന്നാലും ഇന്ത്യയുടെ മേൽ പിഴച്ചുങ്കം ഏർപ്പെടുത്താൻ അമേരിക്കയ്ക്ക് കഴിയില്ല. അതുകൊണ്ട് ഈ ഒരു കോംപ്ലിക്കേറ്റഡ് സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ചർച്ചയുമായി മുമ്പോട്ട് പോയാൽ, വ്യാപാര കരാർ നിലവിൽ വന്നാൽ
അത് മോദിക്ക് രാഷ്ട്രീയ തിരിച്ചടിയാവും എന്ന ഒരു തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ട്രംപ് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ. അതുകൊണ്ട് മോദി നല്ല കലിപ്പിലാണ്. തൽക്കാലം ചർച്ച നിർത്തിവെക്കൂ, ഇനി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായിട്ട് വ്യാപാര കരാറുമായി മുമ്പോട്ട് പോയാൽ മതി, പ്രകോപിപ്പിക്കേണ്ട, പരസ്യമായി പ്രതികരിക്കേണ്ട, ഒരു കാര്യവും തള്ളിപ്പറയേണ്ട. ട്രംപ് പറയുന്നത് പറയട്ടെ, പക്ഷെ വ്യാപാര കരാറിൽ ഒപ്പുവയ്ക്കുന്നത് നീട്ടിവെക്കാം, മാർച്ചിൽ ഒപ്പുവയ്ക്കേണ്ട. ഈ ബേസ് റേറ്റ് അടക്കമുള്ള ട്രംപിന്റെ പുതിയ നയത്തിന് ഒരു തീരുമാനമാവട്ടെ. ന്യായമായ കാര്യമാണല്ലോ. കാരണം ഒരു ഒത്തുതീർപ്പിനുമില്ലാത്ത ചൈനയ്ക്ക് 15%, എല്ലാ ഒത്തുതീർപ്പും ചെയ്ത് വിട്ടുവീഴ്ചയും ചെയ്ത് റഷ്യയോട് പിണങ്ങി ഇന്ത്യക്ക് 18%. ഇതെങ്ങനെ ശരിയാവും? അത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയായി മാറും. അതുകൊണ്ട് മോദി കട്ടക്കലിപ്പിലാണ് ട്രംപിനോട്. തൽക്കാലം ചർച്ചകൾ വേണ്ട, സംഭവ വികാസങ്ങൾ കലങ്ങിത്തെളിഞ്ഞ് ഒരു ഗതിയിലെത്തട്ടെ, അതിനുശേഷം മതി എന്ന നിലപാടിലേക്ക് മാറുകയാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ നീണ്ടുപോകും എന്നുറപ്പാണ്. അതിൻ്റെ ഉത്തരവാദിത്വം ട്രംപിന് തന്നെയാണ്. ട്രംപിൻ്റെ മുട തന്നെയാണ് പ്രശ്നം. മോദിക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാത്ത സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു.